അസ്ട്രോ മലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദനൻ പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. വയനാടിൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നതോടൊപ്പം അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ സന്മനസ്സുകൾക്കും ദൈവാനുഗ്രഹത്തിനായിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് നല്ല വ്യക്തികൾ അവിടുന്ന് കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. പലരെയും ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും അടുത്ത ഒരു സുഹൃത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പതിയെ പതിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എങ്കിലും ആശ്വസിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. അവിടെ ആ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം പങ്കുചേരുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും ജീവിതത്തിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ ഈ 2024 സെപ്റ്റംബർ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാസഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനിക്ക് ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് ഉപകാരപ്പെടും. നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും, ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓരോ ലിങ്കിൽ കയറി എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചാനൽ മെയിൻ പേജിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. ചിലവർക്ക് അറിയുന്നില്ല അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ദയവേത് അറിയുന്നവർ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം. യൂട്യൂബിൽ തന്നെ @അസ്ട്രോ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചാനൽ പേജിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും ചാനൽ മെയിൻ പേജിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാണുക. ചെറിയ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരികയോ മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതാണ്. അതേപോലെ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഈ സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിനൊരു ആവലാതി കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം. ദേഹാരിഷ്ടതകൾക്ക് ശമനമുണ്ടാവും എന്ന് പറയുന്നു. ആരോഗ്യസ്ഥിതിക്ക് വീണ്ടെടുക്കാനായി കൊണ്ട് സാധിക്കും. ശത്രുക്കൾ ഇപ്പോഴും തലവെക്കും എന്നാണ് പറയുന്നത്. ശത്രുഗതമായിട്ട് പ്രവൃത്തികൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പക്ഷം നമ്മളത് സഹായ സഹകരണങ്ങൾ ചെയ്യാനായിക്കൊണ്ടുള്ള ഒരു സന്നദ്ധത, അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ആശുപത്രി സഹായങ്ങളോ മറ്റൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനായിക്കൊണ്ട് സാധിക്കുമെന്നുള്ളതും, സ്വന്തം ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ മാസം സൂചിപ്പിക്കുന്നു. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. ആ പല്ലിന് എന്തെങ്കിലും അസുഖങ്ങളോ കണ്ണിന് അസുഖങ്ങളോ ഒക്കെ കടന്നു പോകാൻ സാധ്യത കൂടുതലാണ്. സഹോദരങ്ങൾക്ക് സൗഖ്യമുള്ള ഒരു കാലഘട്ടമാണ്. പലവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് പല മേഖലയിൽ നിന്നും എത്തിച്ചേരും എന്ന് കാണുന്നു. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. ബന്ധുക്കൾക്ക് ക്ഷേമമുണ്ടാവും. കുടുംബത്തിൽ പുരോഗതി കൈവരും. സാമ്പത്തിക ലാഭങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ പൊതുവെയുള്ള അശാന്തികളെല്ലാം നീങ്ങി ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് വരാൻ സാധിക്കും എന്നും സൂചിപ്പിക്കുന്നു. ഇഷ്ട കാര്യസിദ്ധി, ഇഷ്ടഭക്ഷണയോഗം, അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം, സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ടുള്ള സാധ്യതകൾ, ആഗ്രഹ സാഫല്യങ്ങൾ, ധനലാഭങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അഭ്യുന്നതികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു.
ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല സമയമാണ്. കർമ്മരംഗത്തേക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. വർത്തമാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവും. പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കാര്യതടസ്സങ്ങളെല്ലാം മാറി എല്ലാം നമ്മുടെ ഒരു കൺട്രോളിൽ വരുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില എന്തെങ്കിലുമൊക്കെ ഈ മുതലുകൾ നഷ്ടപ്പെടുക, അതൊക്കെ അല്പം സൂക്ഷിക്കേണ്ടതുണ്ട്. വിലപിടിപ്പുള്ള സംഗതികളൊക്കെ കയ്യിൽ വെച്ച് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഒരു പ്രതാപകാലം തന്നെയാണ്. ഐശ്വര്യങ്ങളും അഭ്യുദയങ്ങളും ദൈവാനുഗ്രഹം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അശാന്തികളെല്ലാം മാറി നമുക്കൊരു തെളിഞ്ഞ ഒരു കാലാവസ്ഥ നമുക്കുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കും. ജോലിക്ക് പുതിയ അപേക്ഷകളെല്ലാം സമർപ്പിച്ചവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് കാണുന്നു. പുതിയ എന്തെങ്കിലും മേഖലകളായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സന്നദ്ധ പ്രവൃത്തികളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. സാംസ്കാരിക മേഖലകളിൽ വർഷങ്ങളൊക്കെ അശാന്തികളൊക്കെ തീരാനുള്ള സാധ്യതകളും പല പോംവഴികളും തിരഞ്ഞു കിട്ടാനുള്ളതായിട്ടുള്ള സാധ്യതകളും എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതും, വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രവർത്തന മണ്ഡലത്തിൽ നല്ല ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, വിദേശത്തുള്ളവർക്ക് ചില ചെലവുകളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതല്പം ശ്രദ്ധിക്കണം. ചില ബന്ധുക്കളുടെ വിയോഗങ്ങളോ രോഗങ്ങളോ നമുക്ക് മനസ്സിന് ദുഃഖമുണ്ടാക്കും എന്ന് പറയുന്നു. ഈ കടം കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ട സാധ്യതയുണ്ട്. ചിലത് വാങ്ങിച്ചാൽ നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ പ്രയാസം നേരിടും. കൊടുത്ത കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതിലും അല്പം പ്രയാസം കാണും എന്നുള്ളതും, അപ്പോൾ സാമ്പത്തിക ഇടപാടിൽ ഇപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ട് പ്രവൃത്തികൾ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ പല നമുക്ക് അധികാരങ്ങളൊക്കെ വന്ന് ചേരാനും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല വിജയം കൈവരിക്കാനും പൊതുവെയുള്ള ഒരു ആത്മസംതൃപ്തിയുള്ള ഒരു മാസമായിരിക്കും എന്നുള്ളതും ഈ മാസം സൂചിപ്പിക്കുന്നു. അപ്പോൾ പൊതുവേ ഒരു നല്ല ഫലങ്ങളാണ് മേടൻ രാശിക്കാർക്ക് ഈ മാസം നമുക്ക് കാത്തിരിക്കുന്നത്. എങ്കിലും അവരുടെ ജാതകങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുക, പ്രാർത്ഥിക്കുക, ഭഗവത്പ്രീതി വരുത്തുക. പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഒരു മാസം ആശംസിക്കുന്നു. അപ്പോൾ ഈ അറിവുകളെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധാരാളം ചെലവഴിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ സന്ധിവേദനകൾ, കാലുവേദന, മുട്ടുവേദന, ഇത്തരം പ്രശ്നങ്ങളൊക്കെയും, അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും ദഹന വ്യവസ്ഥകളൊക്കെ തകരാറാവുക, അതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കാനുണ്ട്. ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുക, ഉറക്കക്കുറവുകൾ വരിക, മനസ്സിലൊരു അശാന്തി, അകാരണമായിട്ടുള്ള ചിന്തകളൊക്കെ വർദ്ധിക്കുക എന്നീ കാര്യങ്ങൾക്ക് അല്പം നിയന്ത്രിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള ഒരു മാസമാണ്. പെട്ടെന്നുള്ള ചെലവുകൾക്കും സാധ്യത ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, മറ്റെന്തെങ്കിലും വസ്തുവകകൾ നമ്മൾ വാങ്ങി ചേർത്തലാവാം. അതിലേക്ക് നമ്മൾ ധനം വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നേരത്തെയുള്ള കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ശ്രമങ്ങളോ, ബാധ്യതകളെല്ലാം തീർത്ത് രേഖകളെല്ലാം തിരിച്ചെടുക്കാനുള്ളതായിട്ട് ശ്രമങ്ങളോ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, അപ്പോൾ കൂടുതൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടും സൂചിപ്പിക്കുന്നു. മേലധികാരികളുമായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത്രയ്ക്ക് നന്നാവില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനായിക്കൊണ്ട് അശ്രാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരും. ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അങ്ങോട്ട് ഇരു കരയും നമുക്ക് കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ചില സ്ഥിതിവിശേഷങ്ങളും വരാം. അപ്പോൾ അത് വല്ലാതെ നമ്മളൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യാതെ നല്ല ഒരു പോസിറ്റീവായിട്ട് മൈൻഡോട് കൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്നും അല്പം ഒരു ഭയം നേരിടും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അകാരണമായിട്ടൊരു ഭയം മനസ്സിലുണ്ടെടുക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ നല്ല ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലവർക്ക് നിലവിൽ
പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും ഒരു സ്ഥാനചലനം അല്ലെങ്കിൽ ട്രാൻസ്ഫറൊക്കെ വരാം, അല്ലെങ്കിൽ നിർബന്ധിത ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പക്ഷേ പ്രൊമോഷനൊന്നും ഈ സമയത്ത് വരാനുള്ള സാധ്യതകൾ കാണാനില്ല. അഥവാ വന്നാൽ കൂടി അത് നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാറ്റങ്ങളായിരിക്കും എന്നും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളായിരിക്കും എന്നും സൂചിപ്പിക്കുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ചിലപ്പോൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചിലവർക്ക് പെട്ടെന്നുള്ള ചില ആപത്തുകൾ കടന്നു പോവാം. വാഹനയാത്ര, സാഹസ പ്രവർത്തികൾക്ക് നിൽക്കുന്നത്, അല്പം എടുത്തുചാട്ടം, ദേഷ്യം, കോപം, ഇതുകൊണ്ടൊക്കെ തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സൂക്ഷിക്കുക. കുടുംബത്തിലോ പുറത്തുള്ളവർക്കോ പെട്ടെന്നുള്ള അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ഒരു മരണഭയങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. കഠിനമായിട്ട് ചില ദുഃഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. അതേപോലെ ചില നഷ്ടബോധങ്ങൾ മനസ്സിലേക്ക് ഉണ്ടാവാം. പാസ്റ്റിന് നടന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് ചിലപ്പോൾ ദുഃഖിക്കുന്നതായിട്ടുള്ള ചില അവസ്ഥകൾ വരാം. ഈ ജന്മവ്യാഴം എന്ന് പറയുന്ന വ്യാഴം വഴിയൊക്കെ നടക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പക്ഷേ അകാരണമായിട്ടൊരു ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുവർഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ അകന്നു പോകുന്ന ഒരു വിഷമതകളും, വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് സഹായ സഹകരണങ്ങൾ നൽകുന്നില്ല എന്നുള്ള ചില ബുദ്ധിമുട്ടുകളും, അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളും അതിൻ്റെ ഭാരങ്ങളും നമ്മളിലുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അത്തരം ക്ലേശങ്ങൾ നമ്മളെ കടന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധയും കരുതലും വേണം. മനസാന്നിധ്യം വീണ്ടെടുക്കണം. നല്ല പ്രവർത്തനശൈലി നമ്മൾ പിന്തുടരണം. അശ്രാന്ത പരിശ്രമങ്ങൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിവരും. പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിനും മനഃശാന്തിക്കുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാവണം. യോഗ, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ജപസാധനങ്ങളും നമുക്ക് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഇമിറ്റേഷനാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ജപത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് പറയുന്നു. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. എല്ലാം ഒരു സമയബന്ധിതമായിട്ട് ചെയ്തെടുക്കാനെ കൊണ്ട് ശ്രമിക്കുക. കണ്ടകശിനി നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് രോഗദുരിതങ്ങൾ, ഈ പറഞ്ഞ ബന്ധുവർഗ്ഗങ്ങളായിട്ട് മനക്ലേശങ്ങൾ, ആധിവ്യാധികളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു. ചെറിയ കാര്യതടസ്സങ്ങൾ നേരിടാം. അകാരണമായിട്ടൊരു വൈകൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. ചിലർക്ക് ചില ദുഷ്കീർത്തികളും അപവാദങ്ങളും നേരിടാം. അപമാനങ്ങൾ നേരിടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ കടന്നു പോകാം. ചിലവർക്ക് വ്യവഹാര നടപടികളോ കോടതി വ്യവഹാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നു. ധനനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പരാജയ ഭീതി എപ്പോഴൊന്നും മനസ്സിലുണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നു. തൊഴിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ക്രമേണ അത് നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ അർഹിക്കുന്ന അംഗീകാരങ്ങൾ അല്പം വൈകിട്ടാണെങ്കിലും നമ്മളെ തേടിയെത്തും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾ പിന്തിരിഞ്ഞു പോകാതെ നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ക്രമേണ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ഈ മാസം പറയുന്നുണ്ട്. പ്രതാപങ്ങൾ വർദ്ധിക്കും. നിക്ഷേപ വൃദ്ധി വരാൻ സാധ്യത കാണുന്നു. ഇഷ്ടകാര്യ സിദ്ധി കാണുന്നുണ്ട്. സന്താനങ്ങൾക്കല്പം ക്ലേശങ്ങൾ ഉണ്ടാവാം. സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടുകളും വരാം. അതുപോലെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. മതകാര്യങ്ങളിൽ വിഘ്നങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലത്തെ അവിവേകം മൂലം അല്ല തിരിച്ചടികൾ ഇതൊക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ഉഷ്ണരോഗങ്ങളോ ഉദരവ്യാധികളോ തലവേദനകളോ മനസ്സിനൊരു അശാന്തിയോ ഒക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ബാലൻസ്ഡ് ആവണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. നല്ലവണ്ണം പ്രാർത്ഥനകൾ ചെയ്യണം. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ നടന്നു പോകുന്ന ദിശാപഹാരങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി വേണ്ട കാര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത്, അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിനായിക്കൊണ്ടുള്ള പ്രാർത്ഥന, കണ്ടകശിനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വ്യാഴം വഴിയൊക്കെ നടക്കുന്ന സമയങ്ങളായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള അറിവുകൾ. മകീരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ അതുപോലെ സമ്പത്തുകളെല്ലാം വന്നു ചേരും എന്ന് കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും വിജയമുണ്ടാവും. ധനപുഷ്ടിക്ക് സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള ചിലവുകൾ ഈ മാസം കടന്നു പോവാം. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അകാരണമായിട്ടൊരു കാര്യതടസ്സങ്ങളോ വൈകലോ ചില കാര്യങ്ങൾക്ക് ഉണ്ടാവാം. എങ്കിലും നമ്മൾ പ്രയത്നിക്കുന്ന കാര്യങ്ങൾ, പരിശ്രമിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കാതെ അത് മുന്നോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിക്കുന്നു. അകാരണമായിട്ടുള്ള ഒരു ഭയം മനസ്സിൽ സൃഷ്ടിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ചിലർക്ക് ചില വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതകൾ പറയുന്നു. ധനപുഷ്ടി ഉണ്ടാവും, വാക്സാമർഥ്യങ്ങൾ വർദ്ധിക്കും എന്ന് പറയുന്നു, ഐശ്വര്യങ്ങൾ വർദ്ധിക്കും, ദൂരദേശ യാത്രകൾ ഗുണം ചെയ്യും. ചില ബന്ധുജനങ്ങളുടെ വിയോഗങ്ങളും മനസ്സിന് ദുഃഖങ്ങളും വിഷമതകളും ഉണ്ടാക്കും. ചിലർക്ക് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും ചില സ്ഥാന നഷ്ടങ്ങൾ സംഭവിക്കാം. അതുള്ളത് കൊണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് പറയുന്നു. ചില വ്യക്തികൾക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ ചില എന്തെങ്കിലുമൊക്കെ മാനഹാനികൾ നേരിടുക, ചിലവർ നമ്മളെ അബ്യൂസ് ചെയ്യുന്നതായിട്ട് ചില അവസ്ഥകളുണ്ടാവും. ചിലർക്ക് ധനനഷ്ടങ്ങളാവാം, അല്ലെങ്കിൽ സാലറി കാര്യങ്ങൾ നമുക്ക് ലഭിക്കായക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഹാർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ നമുക്ക് തക്കതായിട്ട് പ്രതിഫലങ്ങൾ തരാതിരിക്കുക, പ്രൊമോഷൻ ചെയ്യിപ്പിക്കുക, മനഃപൂർവ്വം ചില കർമ്മരംഗത്ത് എന്താ പറയുക, ചില ഇൻറ്റേർണൽ പൊളിറ്റിക്സൊക്കെ നടക്കുന്ന നമ്മളൊന്നും പറയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ അകപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ ഈ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. വസ്തു ക്രയവിക്രയങ്ങളൊക്കെ നടത്തി അതിൻ്റെ ധനം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഈ വരാനിരിക്കുന്ന 2 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വർഷം അത് തീർച്ചയായിട്ടും അത് ദോഷത്തിലേക്കാണ് പോവുക എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം വ്യാഴം 12-ലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നഷ്ടകഷ്ടങ്ങൾക്ക് സാധ്യത കൊണ്ട് പെട്ടെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. വസ്തുവകകളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. ഗൃഹം ഓടി പിടിപ്പിക്കുക, ചിലവർക്കത് ഡെമോളിഷ് ചെയ്തുകൊണ്ട് പുതിയ കൺസ്ട്രക്ഷനൊക്കെ നടത്തുക, അതിനുവേണ്ടി നമ്മൾ ധനം വിനിയോഗിക്കുക, അതിനുവേണ്ടി വല്ല ലോണോ കാര്യങ്ങളൊക്കെ ശ്രമിക്കുക, അതൊക്കെ വളരെയധികം നന്നാവും എന്ന് കാണുന്നു. പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കും. അതുപോലെ തന്നെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് കാലമായിട്ടാണ് സൂചിപ്പിക്കുന്നത്, എങ്കിലും ഗുണാധിക്യങ്ങളും ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറയാം. അതുപോലെ തന്നെ ഈ ഗുരുജനങ്ങളുമായിട്ട് ചില അപ്രീതികൾ വരാതെ അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില എന്തെങ്കിലും മനക്ലേശങ്ങളൊക്കെ കടന്നു പോകാൻ സാധ്യത കൂടുതലാണ്. കലഹങ്ങളും വാദപ്രതിവാദങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കാനായിക്കൊണ്ട് സൂചിപ്പിക്കുന്നു. ശത്രുക്കൾ മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ നേരിടാം. അതുപോലെ തന്നെ ഈ അല്പമായിട്ടുള്ള വരുമാനങ്ങൾ, ചിലവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടും. ചെറിയ വരുമാനങ്ങളൊക്കെ ആയിരിക്കും ഈ സമയത്ത് വരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വരുമാനങ്ങൾ കുറവാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിക്കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് ചിലവൊക്കെ ചുരുക്കി മുന്നോട്ട് പോകാനും ശ്രമിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അത് ധർമ്മകാര്യ പ്രവർത്തനങ്ങളൊന്നും വ്യതിചലിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. അലസത വരും. അതുപോലെ തന്നെ മടി, ജപം, അനുഷ്ഠാനം അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ അതിനുവേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ അതിന് മനസ്സ് തീരെ വരാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതിലൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തി തന്നെ മുന്നോട്ട് പോകണം. കാരണം കാലദോഷങ്ങൾ ധാരാളമുണ്ട്. പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടാവുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലർക്ക് ദൂരദേശയാത്രകളോ തീർത്ഥാടനങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. വിവാദങ്ങളിൽ വിജയം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. വാദപ്രതിവാദങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പ് കിട്ടും. പുതിയ പ്രവൃത്തി രംഗങ്ങളിലേക്ക് കടക്കാൻ സാധ്യത കാണുന്നു. പുതിയ ജോലി, ഉദ്യോഗത്തിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ സാധ്യത കാണുന്നു. ഇഷ്ടപ്പെട്ടത് സ്ഥലത്തേക്കുള്ള ചില ട്രാൻസ്ഫറൊക്കെ വരാം, മാറ്റങ്ങൾ വരാം. പക്ഷേ പ്രൊമോഷനൊക്കെ അല്പം വൈകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റായിക, ഒരു വഴികൾ തെളിയാതെ ആകെ ഒരു കൺഫ്യൂസോടെ നിൽക്കുന്നതായിട്ട് ചില അവസ്ഥകളും ഉണ്ടാവാം എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ചീത്ത കൂട്ടുകെട്ടുകൾ, ഈ അസമയത്ത് നമ്മൾ പുറത്തു പോകുന്നത് വരുന്നത്, അന്യർക്ക് അസമയങ്ങളിലൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ഗൃഹവാഹന നഷ്ടങ്ങൾ ചിലർക്ക് സംഭവിക്കാം. ചിലർക്ക് അവിടുന്ന് സ്ഥലം മാറി മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ചിലർക്ക് ചില ബാധ്യതകൾ മുഖാന്തരം ചിലപ്പോൾ നമുക്ക് പ്രോപ്പർട്ടികളൊക്കെ വിൽക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്ക് തീരുമാനം പോകാൻ സാധ്യതയുണ്ടെങ്കിലും കടബാധ്യതകൾ ഒഴിക്കാൻ വേണ്ടി മറ്റ് ശ്രമങ്ങൾ നടത്തുന്നതിനെ കൊണ്ട് തെറ്റില്ല എന്നൊന്നും സൂചിപ്പിക്കുന്നു. നമ്മൾ കടം വെച്ച് ധനം നേടുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഈ സമയത്ത് പ്രോപ്പർട്ടികളൊക്കെ അത് കൊടുത്ത്
നമ്മുടെ ബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് മാതാവിൻ്റെയൊക്കെ ചെറിയ അരിഷ്ടതകൾ വരാം. നമ്മൾ തന്നെ വണ്ടി വാഹനങ്ങളൊക്കെ എടുത്തു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, കണ്ണിൻ്റെ അസുഖങ്ങൾ, അതുപോലെ ചിലർക്ക് പെട്ടെന്നുള്ള വീഴ്ച, അപകടങ്ങൾ, ചെറിയ സർജറി മുതലായിട്ട് കാര്യങ്ങൾ, ഇതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കരുത്, ശ്രദ്ധയും കരുതലും വേണം എല്ലാ കാര്യങ്ങളിലും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനെ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ചില അവസരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുള്ളൂ. അത്തരം ചില സന്ദർഭങ്ങൾ നമുക്ക് നേരിടാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് എല്ലാത്തിലും ഒരു ശ്രദ്ധയും കരുതലും വേണം. വാക്കും പ്രവൃത്തിയും എല്ലാം ഒന്ന് കൺട്രോൾഡ് ആവണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലങ്ങളായിക്കോട്ടെ, കുടുംബകാര്യങ്ങളായിക്കോട്ടെ, പൊതുവിഷയങ്ങളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം എന്ന് പ്രത്യേകം പറയുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത്. അപ്പോൾ എന്തായാലും അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. നല്ലവണ്ണം മഹാവിഷ്ണു ഭജനം ചെയ്യണം. അവരവരുടെ ഈശ്വര സങ്കല്പങ്ങളെ, ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ദൈവസങ്കല്പങ്ങളെ നല്ലവണ്ണം ആരാധിക്കുക. പറ്റാവുന്ന ചാരിറ്റികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കണം. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്ക് ധനം വിനിയോഗിക്കണം. അശരണർക്ക്, അഗതികൾക്കും സഹായ സഹകരണങ്ങൾ നടത്തി പുണ്യാംശം വർദ്ധിപ്പിച്ച് ഈ കാലക്കേടിന് നമ്മൾ മറികടക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. പുണർതൻ്റെ കാൽഭാഗവും പൂയും ആയില്യവും അടങ്ങുന്ന കർക്കടകൻ രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളത് പരിശോധിക്കുമ്പോൾ, അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കടന്നു പോകാം, വയറ്റിന് എന്തെങ്കിലും അസുഖം കടന്നു പോകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ചിലർക്ക് നേത്രരോഗങ്ങൾ വരാം. പെട്ടെന്നുള്ള ഈ വിശ്വാസ വഞ്ചനകൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയധികം കർമ്മരംഗം, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, യാത്രകൾ, അതൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. പെട്ടെന്നുള്ളൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യത പറയുന്നുണ്ട്. ധനനഷ്ടമാവാം, മറ്റെന്തെങ്കിലും പൊരുളുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാവാം. ഇതൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. ഈ അസമയത്ത് നമ്മൾ വെള്ളം കുടിച്ചാൽ കൂടി അത് വിഷമയമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഫുഡ് പോയ്സണും മറ്റു കാര്യങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധമായിട്ട് ഭക്ഷണങ്ങൾ ശീലിക്കണം. അതുപോലെ പുറത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ജലാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം എന്നൊക്കെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. ചില ഗുരുജനങ്ങളുടെ വിയോഗ മനസ്സിന് ദുഃഖമുണ്ടാക്കും. യാത്രാക്ലേശങ്ങൾ നേരിടാം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും എന്ന് പറയുന്നു. ചിലർക്ക് കുടുംബമൊക്കെ വിട്ട് മാറി കുറച്ച് ദൂരെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ധനനഷ്ടങ്ങൾ വരാതെ നോക്കണം. വീഴ്ചകൾ വരാതെ, പല കാര്യങ്ങളും പ്ലാൻ ചെയ്തത് നടക്കാത്ത ചില വിശേഷങ്ങളോ അത് വൈകലോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കായൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുഗതമായിട്ട് ചില പ്രവൃത്തികൾ, ദോഷങ്ങളൊക്കെ ഏൽക്കാൻ സാധ്യത കാണുന്നു. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാനോ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. അല്ലെങ്കിൽ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നടക്കും. വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പാവും എന്ന് പറയുന്നു. നേരത്തെ കോടതി നടപടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാവേണ്ട സമയങ്ങളാണ്. മീഡിയേഷനിലൂടെ അതൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അസ്ഥിരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, എവിടെയും നമുക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ സ്ഥിരത കുറയുക, അല്ലെങ്കിൽ നമുക്ക് ആ പ്രവൃത്തി സ്ഥലത്തു നിന്നും ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരിക എന്നുള്ള ഒരവസ്ഥ കാണും. അത് പൊതുവെ കാലത്തിൻ്റെ ഒരു അവസ്ഥയും കൂടിയിട്ടാണ്. നമ്മൾ എവിടെയാണോ എന്താണോ പ്രവൃത്തി മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ട് തയ്യാറാവണം. ഈ അഷ്ടമശനി കാലഘട്ടങ്ങളായതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളോ മറ്റു കാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ ആ ഒരു ടെമ്പററി സിറ്റുവേഷനാണ് എല്ലാവിടെയും ഉണ്ടാവുക. അപ്പോൾ ചില വ്യക്തികൾക്ക് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവും. ഒന്നിനൊരു തീരുമാനം എടുക്കാൻ പറ്റായിക, ഒരു കാര്യത്തിലൊരു നമുക്കൊരു ഗുണമില്ലായിക, എത്ര നമ്മൾ പ്രവർത്തിച്ചാലും ഒരു നമുക്ക് എന്താ പറയുക, അഭിവൃദ്ധികളൊന്നും കാണായിക, ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് വരാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുക്കളുമായിട്ട് വളരെയധികം രമ്യതയിൽ പോകേണ്ടതുണ്ട്. എല്ലാവരും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു. മുമ്പേ സാഹചര്യങ്ങളെ അല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം സന്ദർഭങ്ങളെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ രാജദോഷങ്ങളായിട്ട് വാക്കുകൾ നിമിത്തം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ അല്ലെങ്കിൽ
ആ വാക്കുകൾ മുഖാന്തരം തന്നെ ചില വ്യവഹാരങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ നേരിടാനുള്ള സാധ്യതകളും കൂടുതലാണ്. ചിലർക്ക് ചില നഷ്ടങ്ങളോ പ്രവാസങ്ങളോ ഇതൊക്കെ വരാം. എങ്കിലും ആഗ്രഹസിദ്ധി ഉണ്ടാവും. ക്രമേണ നമുക്ക് സാമ്പത്തിക ലാഭം സൂചിപ്പിക്കുന്നുണ്ട്. അർഹിക്കുന്ന കീർത്തികളും പദവികളും ഒക്കെ വന്നു ചേരും എന്ന് പറയുന്നു. ദൂരദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലുള്ള അശാന്തികൾ പതിയെ നമുക്ക് മാറിക്കിട്ടുന്നത് സമാധാനം ഉണ്ടാക്കും. പൊതുവെ മനഃശാന്തി വർദ്ധിക്കും. ആരോഗ്യം വീണ്ടെടുക്കും. അപ്പോൾ ഈ അഷ്ടമശനി കാലത്തുള്ള ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു കർമ്മരംഗത്താണ് ഒരു സ്റ്റെബിലിറ്റി വരുത്തേണ്ടത്. വിദേശത്തിരിക്കുന്നവർക്കും സ്വദേശത്തിരിക്കുന്നവർക്കും ഒക്കെ ഇത്തരം ചില സന്ദർഭങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് എല്ലാം വളരെയധികം ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ധനം വിനിയോഗിക്കേണ്ടതുണ്ട്. അശരണർക്കും അഗതികൾക്കും സഹായ സാധനങ്ങൾ ചെയ്ത് പുണ്യം വർദ്ധിപ്പിക്കണം. അവരവരുടെ ധർമ്മദൈവങ്ങളെയും ഉപാസനാമൂർത്തികളെയും നമ്മൾ നല്ലവണ്ണം ആരാധിക്കേണ്ടതുണ്ട്. കുടുംബക്ഷേത്ര വഴിപാടോ പിതൃതർപ്പണങ്ങളോ അതുപോലെ തന്നെ നല്ല ഉപാസനാപരമായിട്ട് കാര്യങ്ങളോ കൂടുതൽ ചെയ്ത് നമ്മളതിനെ ഈ കാലദേശത്തേക്ക് മറികടക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുന്നതും ശനിയാഴ്ച വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ മഹാവിഷ്ണു വചനം ചെയ്യുന്നതും ശാസ്താവചനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ ആത്മധൈര്യം ഉണ്ടാവാനേ കൊണ്ട് കൂടുതൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ചില ആക്ടിവിറ്റീസ്, വ്യായാമങ്ങൾ, അതുപോലെ തന്നെ ജപം, അനുഷ്ഠാനം, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. പ്രതിസന്ധികൾ പലതും നമ്മുടെ മുമ്പിൽ വരുമെങ്കിലും അതിനെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതും, എല്ലാത്തിനും ദൈവസഹായം നമ്മൾ ഉണ്ടാക്കേണ്ടതും, നമുക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതും ഈ മാസം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ ജാതക പരിശോധന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടത്തുക. വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സർവ്വകാര്യങ്ങളിൽ വിജയമുണ്ടാവും. സ്വത്തുവകകളെല്ലാം വന്നു ചേരും എന്ന് കാണുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേര്, ആയുധവിദ്യകൾ, പുതിയ നൂതന ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള അറിവുകൾ, പുതിയ പഠനങ്ങൾ, പുതിയ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ മറ്റുള്ളവർ അംഗീകരിക്കും. ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങൾ, പദവികൾ, ഇതൊക്കെ നമുക്ക് വന്നു ചേരാൻ സാധ്യത ഈ മാസം സൂചിപ്പിക്കുന്നു. നമുക്ക് തന്നെ മനസ്സിന് സന്തോഷമുണ്ടാവേണ്ട പല കാര്യങ്ങളും, കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ മാസം അനുകൂലമാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ നേത്രരോഗങ്ങളോ ഉഷരോഗങ്ങളോ ഒക്കെ വരാം, അത് ശ്രദ്ധിക്കണം. ഉദര സംബന്ധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകാം, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കടന്നു പോകാം. കുടുംബജീവിതത്തിൽ ചെറിയ മനക്ലേശങ്ങളൊക്കെ കടന്നു പോകാം. സ്ത്രീജനങ്ങളാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭർത്തൃസ്ഥാനത്തേക്ക് ചെറിയ ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പലയിടത്തും നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ആരോഗ്യപരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഈ പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സമയമാണ്. അത് മുഖാന്തരം ചില കലഹങ്ങളോ ചിലവർക്ക് ചില വ്യവഹാരങ്ങളോ കോടതി നടപടികളോ അതിന് ഡോക്യുമെൻറ്റേഷൻ്റെതായിട്ട് ചില കാര്യങ്ങളൊക്കെ ഈ മാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാം നിയമ സഹായത്തിലൂടെ നമ്മളതിനെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. മീഡിയേഷനിലൂടെ പല കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനെ കൊണ്ട് സാധിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ക്രമേണ നമുക്ക് കാര്യവിജയങ്ങൾ വരാം. സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. പലതരത്തിലുള്ള പ്രവൃത്തി മണ്ഡലത്തിൽ നേട്ടങ്ങൾ കൈവരിക്കും. ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അംഗീകരിക്കാത്ത ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് പ്രവർത്തിക്കേണ്ടതും ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമായിട്ടൊരു ഘടകമായിട്ട് സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് തൊഴിൽ മാറ്റങ്ങൾ സംഭവിക്കാം. തൊഴിലിൽ ചില പരാജയങ്ങൾ നേരിടാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അല്പം നഷ്ടകഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ചിലർക്ക് ആ പ്രവൃത്തി മണ്ഡലം മാറി പുതിയ ജോലിക്ക് കിടക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ചിലവർക്ക് നിർബന്ധിതമായിട്ട് ചില ട്രാൻസ്ഫറൊക്കെ വരാം. ചിലർക്ക് പണിഷ്മെൻറ്റ് വരാനും സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു.
പുതിയ ജോലിക്ക് ശ്രമങ്ങൾ ആരംഭിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങളുള്ളവർ ചിലപ്പോൾ മാറ്റത്തിന് ശ്രമിക്കുന്നതൊക്കെ നന്നായിരിക്കും എന്നും പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ചില മനസ്സിന് ദുഃഖങ്ങൾ ഉണ്ടാവും, ചില സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ട്, അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി നടക്കാത്തത് കൊണ്ടും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ചിലർക്ക് ഗൃഹമാറ്റം ഇതൊക്കെ വരാം, പുതിയ ഗൃഹങ്ങൾ വാങ്ങിക്കലാവാം, വാഹനങ്ങളൊക്കെ വാങ്ങിക്കലാവാം. അതിനുവേണ്ടി നമ്മൾ ധനം വിനിയോഗിക്കേണ്ട സാഹചര്യങ്ങളും വരാം. അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം വരാതെ പ്രത്യേകം സൂക്ഷിക്കുക. നമുക്ക് ചില അധികാരങ്ങളൊക്കെ നമുക്ക് കയ്യിലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന നടപടികളിലേക്ക് നമ്മൾ കടക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ധനസമൃദ്ധി ഉണ്ടാവും. ക്രമേണ കുടുംബത്തിൽ സൗഖ്യങ്ങൾ വരും. രാജബഹുമാനാദി കാര്യങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഈ കണ്ടകശനിയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടങ്ങളായതുകൊണ്ട് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില മാനഹാനികൾ നേരിടാം. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ വിരഹങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, ദാമ്പത്യ കലഹങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഈ കാലഘട്ടങ്ങളിൽ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ അത്ര കണ്ട് വിജയം കൈവരിക്കില്ല, നഷ്ടത്തിലേക്കോ പരാജയത്തിലേക്കോ പോവാം. ചിലർക്ക് ദൂരദേശ യാത്രകൾ വേണ്ടിവരും, ചില അലച്ചിലുകളൊക്കെ വർദ്ധിക്കും. ചിലർക്ക് ഈ മൂത്രാശയ രോഗങ്ങളൊക്കെ സംഭവിക്കാം, ഉറക്കക്കുറവുകളോ മറ്റു കാര്യങ്ങളോ, സന്ധിവേദനകളോ, വാതജന്യമായിട്ട് അസുഖങ്ങളോ ഒക്കെ, ലോ പ്രഷർ പോലുള്ളതായിട്ട് പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതകൾ കൂടുതലാണ്. അതിന് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. അത് സാമ്പത്തിക കാര്യങ്ങൾ ഒരു ഭദ്രത ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് തലത്തിൽ ഉള്ള കാര്യങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നന്നാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വർത്തമാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കണം. വിദ്യാഭ്യാസ പ്രതിസന്ധികളും പ്രത്യേകിച്ച് ഈ മാസം മറികടക്കണം എന്ന് പറയാം. അപ്പോൾ കൂടുതൽ പഠിതാക്കൾക്കും പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. അലസത വിട്ടൊഴിയണം, പ്രാർത്ഥനകൾ ചെയ്യണം, ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഗണപതിയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊതുവേ ശനിയാഴ്ച ദിവസം വ്രതങ്ങളും എല്ലാവരും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുള്ളവർ തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീജനങ്ങൾ ദാമ്പത്യ ഐക്യത്തിനായിക്കൊണ്ടുള്ള പ്രതിവിധികളും ഒക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ മഹാവിഷ്ണു ഭജനം ചെയ്യണം. വ്യാഴമ്പഴ ദോഷങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും, അല്പം ചാരിറ്റി ഒക്കെ ചെയ്യുന്നതും, അശരണർക്ക് അഗതികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണമോ അന്നദാനം വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പുണ്യാംശം വർദ്ധിപ്പിച്ച് ഈ കാലദോഷങ്ങളെ നമ്മൾ മറികടക്കാനായിക്കൊണ്ടുള്ള ശ്രമങ്ങൾ വേണം. അവരുടെ ഉപാസന കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തും ചിത്രയുടെ ആദ്യ പകുതി മടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, പൊതുവേ നമുക്കൊരു അശാന്തികൾ മാറിക്കിട്ടും, മനസ്സിനൊരു സന്തോഷം ഉന്മേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തും. ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പരിശ്രമങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും. ചിലർക്കൊരു പരാജയ ഭയം, നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള, അല്ലെങ്കിൽ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളതിനെ കൂടുതൽ വിശകലനങ്ങളും ചെയ്ത് അത് റിലേറ്റഡായിട്ട് വ്യക്തികളുമായിട്ട് ഡിസ്കഷൻ നടത്തി ഒരു നല്ല തീരുമാനങ്ങളിലേക്ക് കടക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എങ്കിലും സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങൾക്ക് വിധേയമാകും പറയുന്നുണ്ട്. ട്രാൻസ്ഫറൊക്കെ വരാം. ചിലവർക്ക് പുതിയ ജോലിക്ക് പ്രവേശിക്കലാവാം, അല്ലെങ്കിൽ പുതിയ ജോലി അന്വേഷിച്ച് കണ്ടെത്തലാവാം, അല്ലെങ്കിൽ പുതിയ പ്രൊമോഷനോ മറ്റു കാര്യങ്ങൾക്കായി കൊണ്ടുള്ള പഠനങ്ങളോ, നമുക്ക് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഉപരിപഠനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഈ സമയത്ത് ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചില അപവാദങ്ങളും അപമാനങ്ങളും നേരിടും. അത് വളരെയധികം സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ വാചാലത വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നു. വായുവിട്ട വാക്കൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കിടക്കരുത്. എങ്കിലും പല വിധത്തിലുള്ള നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ, ഭാഗ്യയോഗങ്ങൾ, ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ, ധർമ്മചിന്തകൾ, ഉപാസനപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കും. ആരോഗ്യ പരിപാലനത്തിനായിക്കൊണ്ടുള്ള ശ്രദ്ധകൾ ചെലുത്തണം.
നല്ല ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. വ്യായാമങ്ങൾ ചെയ്യണം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആവാനായി കൊണ്ട് ശ്രമിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഈ മനസാന്നിധ്യം പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടാവും. കാരണം രാഹുകേതുക്കളുടെ ദോഷങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ കേതു ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഒരു മനസ്സിന് ഒരു ഡൗൺ ആവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വീണ്ടെടുക്കുന്ന ചിലർക്ക് ഡിപ്രഷൻ മൂഡിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ചിലർക്ക് പല വിരഹങ്ങളെ കൊണ്ടായിരിക്കും അത്തരം സന്ദർഭങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് മനസാന്നിധ്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. രോഗങ്ങൾക്ക് ശമനമുണ്ടാവും, ചികിത്സകളൊക്കെ ഫലത്തിലേക്ക് വരും. അത് നേരത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് കാണുന്നു. എങ്കിലും നമുക്ക് പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും ചെയ്യും എന്നും കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം അല്പം ക്ലേശകരമാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവർക്ക് വിയോഗങ്ങളോ വേർപാടുകളോ സംഭവിക്കാം. ചില ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഒന്ന് ബാലൻസ് ആവാൻ ശ്രമിക്കണം. എല്ലാത്തിനെയും ഒന്ന് കാര്യഗൗരവത്തോടു കൂടി തന്നെ സമീപിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഘടകമായി സൂചിപ്പിക്കുന്നു. കലഹങ്ങളും മനക്ലേശങ്ങളും കുടുംബജീവിതത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട്. ചിലർക്ക് ദൂരദേശ യാത്രകൾ ഈ സമയത്ത് വരാം. ധനനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദങ്ങളൊന്നും വിട്ടൊഴിഞ്ഞ് നിൽക്കണം. പ്രവാസികൾക്കൊരു നല്ല സമയമായിട്ടാണ് കാണുന്നത്. വിദേശത്തിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല കാലഘട്ടമായിട്ട് പറയുന്നു. എങ്കിലും ചില കർമ്മരംഗത്ത് അധിക ചുമതലകൾ നമ്മളെ വഹിക്കാൻ സാധ്യതകളൊക്കെ കാണുന്നു. കൂടുതൽ ഭാരങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ മനസാന്നിധ്യത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ചില വ്യക്തിത്വ പ്രതിസന്ധികൾ, അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കായിക, നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അത് കൈക്കൊള്ളാതെ നിൽക്കുക, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് അഭിപ്രായം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും, നമ്മുടെ ചിന്തകൾക്ക് ഒരു പരിസമാപ്തി വരായിക മൂലമുള്ള ചില മാനസിക പ്രയാസങ്ങളും ഉത്കണ്ഠകളും ഒക്കെ നേരിടാം. വളരെയധികം ആങ്സൈറ്റിയൊക്കെ വർദ്ധിക്കുമെന്നാണ് ഈ സമയത്ത് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ആലോചിക്കാതെ എടുത്തു ചാടിയുള്ള വർത്തമാനങ്ങളും ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ലീഗൽ സൈഡ് പരിശോധിച്ച് ചിലർക്ക് പെട്ടെന്നുള്ള ചില വ്യവഹാരങ്ങളോ പ്രശ്നങ്ങളോ കയറി വരാം. ചിലർക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അത് സാധ്യത. അപ്പോൾ ചികിത്സകളൊക്കെ ആവശ്യമുള്ള തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ അത് ഫലപ്രദമാക്കുക. നിയമസഹായം വേണ്ടവർ തീർച്ചയായിട്ടും നിയമജ്ഞന്മാരുമായിട്ട് കൂടിയാലോചിച്ച് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം. എല്ലാവരുടെയും നമ്മളൊരു കോംപ്രമൈസ് ചെയ്യണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എല്ലാത്തിനും ദൈവസഹായങ്ങൾ ആവശ്യമായിട്ടുള്ള സമയമാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ എല്ലാവരും ശ്രമിക്കണം. അവരവരുടെ സമയ സാഹചര്യങ്ങളും ജാതകമൊക്കെ പരിശോധിക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥനകളും വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കന്നിരാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ചിത്ര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസം എന്തൊക്കെയാണ് ഗുണദോഷങ്ങളെന്ന് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. രോഗത്തിന് ശമനമുണ്ടാവും. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. മനസ്സുഖങ്ങൾ വർദ്ധിക്കും. അതുപോലെ ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. രോഗാതിനർത്ഥങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ സൽപ്പേരിന് കളങ്കം ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല ഉയർച്ച, ദൂരദേശയാത്രകൾ, സാമ്പത്തിക ലാഭങ്ങൾ എന്നിവ നമുക്ക് പറയുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ വിരോധങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ശത്രുക്കളൊക്കെ ഒന്ന് വിട്ടുമാറുന്ന സാഹചര്യങ്ങളും നമുക്ക് അർഹിക്കുന്ന ഒരു പരിഗണനകൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും ഉള്ള ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം, വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന സമയമാണ്. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ സമാധാനപരമായിട്ട് അന്തരീക്ഷം ഉണ്ടാവാം. അതുപോലെ തന്നെ മുമ്പ് എന്തെങ്കിലും ചില വ്യവഹാരങ്ങളോ പ്രശ്നങ്ങളോ നടപടികളോ ഒക്കെ നേരിട്ടവർക്ക് അതൊക്കെ ഒത്തുതീർപ്പിലേക്ക് വരാനും പ്രശ്നങ്ങൾ കുഴിയാനും സാധ്യത കാണുന്നു.
വിവാദങ്ങളിൽ വീണ്ടും അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചില വിശ്വാസ വഞ്ചനകളിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനയാത്രകൾ അധികം ഒക്കെ ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമുക്കൊരു സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ചയുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് അത് ചിലവ് ചെയ്യുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ അകമഴിഞ്ഞുള്ള സഹായങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ അധികം ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ചയുള്ള സമയമാണ്. കർമ്മമേഖലയിൽ അഭിവൃദ്ധികൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. സൽസന്താനപ്രാപ്തി ഈ മാസം പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ പറ്റിയിട്ടുള്ള കാലഘട്ടമാണ്. പുതിയ റിലേഷൻഷിപ്പൊക്കെ തുടങ്ങും എന്നാണ് പറയുന്നത്. ചില ഫ്രണ്ട്ഷിപ്പ് ആവും, അതൊക്കെ പുതിയ രീതിയിലൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ പറയുന്നു. രോഗാധീനത്വങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ പൊതുവെ പുരോഗതി ഉള്ള ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളിലെ ചില വിയോഗങ്ങളോ അവരുമായിട്ട് അകന്ന് ഇരിക്കേണ്ട ചില സാഹചര്യങ്ങളോ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ അനാവശ്യ ചെലവുകളും അനാവശ്യ ദുർവ്യയങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ദൂരദേശ യാത്രകളൊക്കെ ഫലം ചെയ്യും. വിദേശത്തിരിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. അതേപോലെ വസ്തുവകകളൊക്കെ വാങ്ങിക്കാനോ കൊടുക്കാനോ ഒക്കെ പറ്റിയിട്ടുള്ള സമയമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങൾ മുഖാന്തരം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളും ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. ദൂരദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ മഹാക്ഷേത്ര ദർശനങ്ങളോ ഒക്കെ ഉണ്ടാവാനും സാധ്യതകൾ പറയുന്നു. പൊതുവെ അവരവരുടെ ഉപാസനാ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യപരിപാലനം ശ്രദ്ധിക്കുക, ജാതകവശാലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു മാസമായിട്ടാണ് ഈ മാസം തുലാം രാശിക്കാർക്ക് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കാര്യസിദ്ധിയുള്ള ഒരു മാസമായിട്ട് പറയുന്നു. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. പക്ഷേ അധികാരികളുടെ അതൃപ്തിക്ക് പാത്രമാവും എന്നാണ് പറയുന്നത്. മേലുദ്യോഗസ്ഥരുമായിട്ട് ഒരു രമ്യതയിൽ പോകണം. പലതരം വിഷമതകൾ നമുക്ക് നേരിടാം. മേലുദ്യോഗസ്ഥർ തന്നെ നമ്മളെ അടിച്ച് താഴ്ത്തുന്ന ചില സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവാം. ആലോചനശൂന്യമായിട്ട് പ്രവൃത്തി കാര്യങ്ങൾ നല്ലതല്ല. വർത്തമാനം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ ചില പ്രതിസന്ധികൾ നേരിടും. അശാന്തികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. ഈ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നു. വാദപ്രതിവാദങ്ങളും അത്രയ്ക്ക് നല്ലതല്ല. പൊതുരംഗത്ത് ഇടപെടുന്ന അത്രയ്ക്ക് നല്ല സമയമായിട്ട് സൂചിപ്പിക്കുന്നില്ല. അതിൽ ചില പ്രതിസന്ധികൾ നേരിടാം. ചിലവർക്ക് ചില അപവാദങ്ങളോ അപമാനങ്ങളോ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്നുള്ള ചില ആപത്തുകൾ ഉണ്ടാവാൻ സാധ്യത പറയുന്നു. അപ്പോൾ വാഹനയാത്രയ്ക്കുള്ളവർ വളരെയധികം സൂക്ഷിക്കണം. ഈ സാഹസ പ്രവൃത്തികൾക്കൊന്നും ഇപ്പം നിൽക്കരുത്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. എല്ലാത്തിനും ഒരു ഫാസ്റ്റ്നസ് കുറച്ച് പതുക്കെ പോകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതേപോലെ ഈ മാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മൾക്ക് പരിചയമുള്ള വ്യക്തികളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നിയമസഹായത്തിന് പോയി അവിടെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ചില അവസ്ഥകളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ഈ വേല് തന്നെ വിളവ് തിന്ന എന്ന് പറയുമല്ലോ. നമ്മളെ സഹായിക്കണം എന്ന് ചിന്തിച്ച് വരുന്ന വ്യക്തികൾക്ക് പക്ഷെ നമ്മളെ അത് ആപത്തിലേക്ക് ചെന്ന് ചാടിക്കും എന്നുള്ളതും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ നമ്മൾ അടിമയാവേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില അപവാദങ്ങൾ സൃഷ്ടിക്കാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗാതിനർത്ഥങ്ങളും ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാസമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മംഗല്യയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് സൂചിപ്പിക്കുന്നു. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാൻ ഇല്ല. പക്ഷേ ബന്ധുവർഗ്ഗങ്ങളുമായിട്ട് രമ്യതയിൽ നമുക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതും, ബന്ധുക്കളുമായിട്ടൊരു അകൽച്ച വരും എന്നുള്ളതും, നിലവിലുള്ള പ്രവൃത്തി സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ അധിവസിക്കുന്ന സ്ഥലത്തുനിന്നോ മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലർക്ക് വരാം. ചിലർക്ക് ചിലപ്പോൾ നിർബന്ധിതമായിട്ടുള്ള ചില ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും.
ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് ചില വ്യവഹാര നടപടികൾക്ക് സാധ്യത പറയുന്നുണ്ട്. അത് വളരെയധികം മധ്യസ്ഥ ചർച്ചകളിലൂടെ നമ്മൾ പരിഹാരം കണ്ടെത്തണം എന്ന് പ്രത്യേകിച്ചും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഉയർച്ച പറയുന്നുണ്ട്. കർമ്മരംഗത്ത് അഭിവൃദ്ധി, ബിസിനസ് രംഗത്തൊക്കെ അഭിവൃദ്ധി, നമുക്ക് വന്നു ചേരേണ്ടതായിട്ട് സാമ്പത്തിക സ്ഥിതിക്ക് മെച്ചപ്പെടും. അതുപോലെ ബന്ധുക്കൾ മുഖാന്തരം ചില നല്ല കാര്യങ്ങളും നല്ല ബന്ധുക്കൾ മുഖാന്തരം ചില ഗുണങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. മാതാവിന് അല്പം ക്ലേശമുണ്ടാവും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പാഴ്ചെലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഗൃഹത്തിലൊരു അനൈക്യം വരും, ഐക്യമില്ലാത്ത സ്ഥിതിയൊക്കെ വരും. അത് അത്യം ശ്രദ്ധിക്കണം. ചിലവർക്ക് ചില വിശ്വാസവഞ്ചനകൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില ധനനഷ്ടങ്ങളോ വ്യവഹാരങ്ങളോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒപ്പിട്ട് കൊടുക്കുന്നു, ജാമ്യം നിൽക്കുന്നതുമായിട്ട കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ രേഖകളും പരിശോധിച്ച് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ. അതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഒരുപാട് നമുക്ക് വരും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുതന്നെ ചിലവർക്ക് ചില ബന്ധുജനങ്ങളുമായിട്ടും ലഭ്യതയിൽ പോകാൻ സാധിക്കില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടാം. അപ്പോൾ ഈ പലതരത്തിലുള്ള ചില ചൂഷണങ്ങളാണ് ഈ മാസം കൂടുതൽ പറയുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പൊതുവെ കണ്ടകശനി നടക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാലദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മനക്ലേശങ്ങൾ, ആധിവ്യാധികളൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ചിലർക്ക് സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചില ദുഃഖങ്ങളോ ദുരിതങ്ങളൊക്കെ മനസ്സിന് വരാം. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോവുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെ ചെയ്യുക. എല്ലാത്തിനും കാലദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ നല്ല ദൈവികമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യം മറ്റും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കണം. പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷേ അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പ്രത്യേകം പറയുന്നുണ്ട്. പദവികളിൽ വീഴ്ചകൾ വരാൻ പ്രത്യേക സാധ്യതയുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വളരെയധികം കൃത്യനിർവഹണമൊക്കെ വളരെയധികം നന്നായിട്ട് നടക്കണം എന്നും തിരിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ കാലദോഷങ്ങളെയും ഈ ദുഃഖങ്ങളെയൊക്കെ മറികടക്കണം. അനാവശ്യ ചിന്തകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അക്കാരണമായിട്ട് ദേഷ്യം, കോപം ഇതൊക്കെ സൂക്ഷിക്കണം. ചിലർക്ക് വളരെയധികം ഡിപ്രഷനൊക്കെ കടന്നു പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ നേരിടാം. എങ്കിലും പ്രവൃത്തി മണ്ഡലത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ വിദേശത്തുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേര്, പ്രശസ്തി, കാര്യങ്ങൾ, അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ക്രമേണ നമുക്ക് ദാമ്പത്യ സൗഖ്യങ്ങളും ആരോഗ്യസ്ഥിതിക്ക് വീണ്ടെടുക്കും. സാമ്പത്തികമായിട്ട് പുരോഗതി പറയുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഭഗവാനെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ദൈവസങ്കല്പങ്ങളെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും മുടങ്ങാതെ നമ്മൾ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. പറ്റാവുന്ന ചാരിറ്റികളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അഗതികൾക്ക്, അശരണർക്കൊക്കെ വളരെയധികം സഹായ സഹകരണങ്ങൾ നമ്മൾ ധാരാളം ചെയ്യുക. പുണ്യാംശം വർദ്ധിപ്പിച്ച് കാലദോഷങ്ങളെ നമുക്ക് മറികടക്കണം എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാവരും അവരുടെ ജാതകങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് വേണ്ട തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്നുള്ള ചില ആപത്തുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില മാനഹാനികൾ നേരിടാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ദാമ്പത്യ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. യാത്രയിൽ ചില അപകടങ്ങൾ ഉണ്ടാവും. ചിലർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരാം. വീഴ്ചകൾ മുഖാന്തരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള ചില വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചില വിശേഷങ്ങളോ മോഷണം പോലൊക്കെ ഉണ്ടാവാം. വളരെയധികം പെട്ടെന്നുള്ള ചിലവുകളും വരാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ശുഭകാര്യങ്ങൾക്ക് അല്പം തടസ്സം നിൽക്കും. വിവാഹമംഗള കർമ്മങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് തീരുമാനം കൈക്കൊള്ളണം. പിതാവിന് അല്പം ദോഷം കടന്നുപോകും എന്ന് പറയുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ദാമ്പത്യ ക്ലേശങ്ങളും ചിലവർക്ക് ചില വിരഹങ്ങളും സംഭവിക്കാം. അത് സൂക്ഷിക്കുക. അവരുടെ ജാതകങ്ങൾ പ്രത്യേകം പരിശോധിക്കണം. ഈ മാസം വേണ്ട പ്രതിവിധികളും പ്രായശ്ചിത്തങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചിലർക്ക് ദൂരദേശ യാത്രകൾ ഈ സമയത്ത് വേണ്ടി വരാം. ചിലർക്ക്
പുതിയ ബന്ധങ്ങൾ, പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. ചിലവർക്കത് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും നന്നായിട്ട് ഒക്കെ മുന്നോട്ട് പോകുന്ന ചില ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ശിഥിലമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, മനസാന്നിധ്യം വീണ്ടെടുത്ത് പ്രവർത്തിക്കണം എന്ന് കാണുന്നു. പുതിയ വ്യക്തിബന്ധങ്ങൾക്ക് വഴി തെളിയും. അതുപോലെ ചില പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളായിക്കോട്ടെ, അതൊക്കെ നമുക്ക് പുതിയ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നു. അതുപോലെ ആരോഗ്യസ്ഥിതിയൊക്കെ ക്രമേണ നമുക്ക് വീണ്ടെടുക്കാനെ കൊണ്ട് സാധിക്കും. വസ്ത്രാഭരണ ലാഭങ്ങൾ ഈ മാസം പ്രത്യേകം പറയുന്നു. അതുപോലെ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ക്രമേണ നമുക്ക് തേടിയെത്തും എന്നുള്ളതും, മനസ്സുഖങ്ങൾ വർദ്ധിക്കും, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, ക്രമേണ കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം വന്നു ചേരും എന്നുള്ളതും കാണുന്നു. ചെറിയ അലച്ചിലുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാം ഒന്ന് പ്ലാനിങ്ങോടുകൂടി എല്ലാ പ്രവൃത്തികളും ചെയ്യണം എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് പെട്ടെന്നുള്ള ചില മനസ്സിന് ചില വിഷമം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചില അനുഭവങ്ങളൊക്കെ കടന്നു പോകാം, അത് ശ്രദ്ധിക്കുക. എല്ലാം നിയമാനുസൃതം ചെയ്യേണ്ടതുണ്ട്. ചിലർക്ക് പെട്ടെന്നുള്ള കോടതി നടപടികൾ അല്ലെങ്കിൽ പഴയ തരത്തിൽ എന്തെങ്കിലും ചെയ്ത പ്രവൃത്തികളിൽ നിന്നും തെറ്റായിട്ടുള്ള ചില നടപടിക്രമങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ വരാം എന്ന് പറയുന്നു. അപ്പോൾ എല്ലാം നിയമപ്രകാരം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാം കോംപ്രമൈസ് ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ട് സാഹചര്യങ്ങളും വരാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. വരുമാനങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ബഡ്ജറ്റിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അല്പമായിട്ട് വരുമാനങ്ങളാണ് ഈ സമയത്ത് വരിക. അതുകൊണ്ട് ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളതും, അതുപോലെ തന്നെ ചില മനസ്സിനൊരു തൃപ്തിയില്ലായ്മ, എത്ര നമുക്കൊരു സുഖാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് അത് നമുക്ക് ആത്മീയപരമായിട്ട് കാര്യങ്ങളിലൂടെ നമുക്ക് നേടേണ്ട ഒരു സാഹചര്യമാണ് കണക്കാക്കിക്കൊണ്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച്, ഇപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ജപസാധനങ്ങളിലേക്ക് കടന്ന് കൂടുതൽ ഈശ്വരാനുഗ്രഹം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കണം. ചാരിറ്റികളൊക്കെ നമുക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കണം. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ധനം വിനിയോഗിക്കണം. സർവീസ് ഓറിയൻറ്റഡായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മതടസ്സങ്ങൾ മാറിക്കിട്ടാനെ കൊണ്ട് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. കൂടുതൽ തൊഴിൽ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഹാർഡ് വർക്ക് ചെയ്താലാണ് റിസൾട്ടുകൾ വരിക. ചിലർക്ക് സ്ഥലം മാറ്റങ്ങളൊക്കെ വരാം, ജോലി മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. നിലവിൽ ജോലിയുള്ള വ്യക്തികൾ ചിലപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുന്ന ചില സാഹചര്യങ്ങളും ഇനിയുള്ള കാലഘട്ടം ഉണ്ടാവും എന്ന് കാണുന്നു. പുതിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കലോ പുതിയ പഠനങ്ങൾ നടത്തലോ അല്ലെങ്കിൽ പുതിയ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ എഴുതാനെ കൊണ്ടുള്ള ശ്രമങ്ങളും ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനെക്കൊണ്ട് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് അംഗീകാരങ്ങൾ ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിശ്രമങ്ങൾ വിജയിക്കും എന്ന് ഈ മാസം കാണുന്നു. പൊതുവേ ക്രമേണ നമുക്ക് ധനധാന്യ വർധനവ് കാണുന്നുണ്ട്. മനസ്സുഖങ്ങൾ വർദ്ധിക്കും. പലതരത്തിലുള്ള ധനാഗമങ്ങൾ നമുക്കുണ്ടാവും. കാര്യസിദ്ധി ലഭിക്കും എന്ന് പറയുന്നു. മാതാവിനുള്ള ക്ലേശങ്ങൾ അല്പം മാറിക്കിട്ടും. ബന്ധുജനങ്ങളിലെ വിരോധങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർക്ക് അതൊന്നും ഒരു തീർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾക്കും ഭൂമി തർക്കങ്ങൾക്കും സാധ്യത പറയുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. രേഖകൾ തിരിച്ചെടുക്കലാവാം. ബാധ്യതകളൊക്കെ തീർത്ത് രേഖകൾ തിരിച്ചെടുക്കലോ ക്രയവിക്രയങ്ങളോ ഒക്കെ നടക്കാൻ സാധ്യത സമയത്ത് പറയുന്നുണ്ട്. ചില വ്യക്തികൾക്ക് പുതിയ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാനും ഭൂമി ലാഭങ്ങളും ഗൃഹം വാഹനം മുതലായിട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതകളും പറയുന്നു. ദൂരദേശയാത്രകൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലർക്ക് നിർബന്ധിത ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു ഓപ്ഷനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നിലവിൽ സ്ഥിതി തന്നെ തുടരാനും സാധിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ അധിക ചെലവുകൾ പെട്ടെന്ന് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളോ വീഴ്ചകളൊക്കെ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ മത്സര ബുദ്ധികൾ ഒഴിവാക്കണം. പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതും അല്പം ശ്രദ്ധിക്കണം. ചില തോൽവികളും പരാജയങ്ങളൊക്കെ നേരിടാൻ സാധ്യത കൂടുതലായതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്നും സാഹസ പ്രവൃത്തികളും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ദൂരദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും പ്രതിവിധികളും ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ദൈവസഹായം ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ദാമ്പത്യ ജീവിതം നന്നാവാനെ കൊണ്ട് ഭർത്താവിന് വേണ്ടി നല്ല പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധകൾ ചെലുത്തം. വിശ്വവചനം നല്ലവണ്ണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വ്രതം കാര്യങ്ങളൊക്കെ എടുത്ത് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും.
അവരവരുടെ കുടുംബ പരദേവത കാര്യങ്ങളെ പ്രാർത്ഥിക്കുക, നാഗക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമി ആരാധിക്കുക. ഇതൊക്കെ ദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം ഫലങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള ദേഹപീഡകളാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീജനങ്ങളുമായിട്ട് സംസാരിക്കുന്നെടുക്കുന്ന വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ വെറുപ്പിന് പാത്രമാകും എന്ന് പറയുന്നുണ്ട്. മേലധികാരികളുടെ കോപങ്ങളൊക്കെ വരാം. വ്യവഹാര നടപടികൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റിയ സമയമാണ്. അപ്പോൾ പൂർവ്വ സ്വത്തൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ രമ്യതയിൽ പരിഹരിക്കണം എന്ന് കാണുന്നു. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ മാസം സാമ്പത്തിക ലാഭങ്ങൾ പറയുന്നു. അകാരണമായിട്ടുള്ള ചില വാദപ്രതിവാദങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. നമുക്ക് സൽപ്പേര് പറയുന്നുണ്ട്, സൽകീർത്തി, ഐശ്വര്യങ്ങൾ, സാമ്പത്തിക ലാഭങ്ങൾ, സന്താനസൗഖ്യം, ദാമ്പത്യസൗഖ്യം, ധനലാഭം, ബന്ധുജനഗുണങ്ങൾ എന്നിവ നമുക്കുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഈ ഏഴരശനി അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ളതായിട്ട് മനക്ലേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. അതിൻ്റെ ആ ഡെപ്ത് ഒന്ന് കുറഞ്ഞു കിട്ടും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ പ്രവൃത്തി മണ്ഡലത്തിലൊക്കെ നല്ല ഒരു ശ്രദ്ധയും കൂടുതൽ ഹാർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദൂരദേശ യാത്രകളൊക്കെ വേണ്ടിവരും. വിദേശത്ത് അധിവസിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് നേരിടാം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഈ ഉഷരോഗങ്ങളും തലവേദന മുതലായിട്ട് കാര്യങ്ങളും ഉദരവ്യാധികളും സന്ധിവേദനകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തശുദ്ധി പോരായ്മ, സ്കിന്നിലേക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയും ഈ മാസം പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ കള്ളന്മാരുടെ ഭയങ്ങൾ, മുതലുകൾ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ നമ്മളിൽ നിന്നും വാങ്ങിക്കൊണ്ട് തിരിച്ച് തരാതിരിക്കുക, ഇത്തരം ചില അവസ്ഥകളൊക്കെ വരാം. അതുമുഖാന്തരമുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പൂർവ്വസ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പോൾ കുടുംബത്തിൽ ഐക്യം സമാധാനം വരും. സുഖഭോഗങ്ങളൊക്കെ ധാരാളം വർദ്ധിക്കും. സുഖാഡംബരമായിട്ട് വസ്തുവകകളൊക്കെ തീർച്ചയായിട്ടും വാങ്ങി ചേർത്താൻ സാധ്യത കാണുന്നു. അർഹിക്കുന്ന അംഗീകാരങ്ങളൊക്കെ ക്രമേണ നമുക്ക് വന്നു ചേരും. അച്ഛന് അല്പം ദോഷങ്ങളുണ്ടാവാം എന്ന് പറയുന്നു. ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾക്ക് അല്പം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിൽ ഗുരുജനങ്ങൾക്കൊക്കെ അല്പം എന്തെങ്കിലും വിയോഗങ്ങളോ മനപ്രയാസങ്ങളോ ഒക്കെ വരാം. ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ധർമ്മകാര്യങ്ങൾ വ്യതിചലിക്കാതെ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ഉപാസനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മന്ത്രോപാസന കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്ത് ധർമ്മകാര്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പറ്റാവുന്ന ചാരിറ്റികളെല്ലാം നമ്മൾ ചെയ്ത് കാലദോഷങ്ങളെ മറികടക്കാനായിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക, അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക, വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് ദോഷങ്ങളെ മറികടക്കാനും നല്ലതിനെ നമുക്ക് നമ്മളിലേക്ക് വരുത്താനും സാധിക്കുമെന്ന് ഈ മാസം സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് കാണുന്നു. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയും പൂരൂരുട്ടാതിൽ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ നേരത്തെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് തിരിച്ച് നമുക്ക് പൂർവ്വസ്ഥിതിയിൽ വരാനും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും സാധിക്കും. യാത്രാക്ലേശങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇറങ്ങുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാലദോഷ പരിഹാരങ്ങൾ ധാരാളം ചെയ്യേണ്ടതുണ്ട്. ജന്മശനിയൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഒരു പരാജയകാലമാണ്. കണ്ടകശനിയും ഏഴരശനിയും ഒരുമിച്ച് അനുഭവിക്കുക എന്ന് പറയുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ ജന്മശനി എന്ന് പറയുന്നൊരവസ്ഥ. അതുകൊണ്ട് ആരോഗ്യപരിപാലനം വളരെയധികം ശ്രദ്ധിക്കണം.
ചിലർക്ക് ഉദരരോഗങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. മൂത്രാശയ രോഗങ്ങൾ, ദഹന വ്യവസ്ഥകൾ തകരാറ്, ചിലർക്ക് സ്കിന്നിന് എന്തെങ്കിലും അലർജി, രക്തശുദ്ധി പോരായ്മ, സന്ധിവേദനകൾ, വാതജന്യമായിട്ട് അസുഖങ്ങൾ, ഇതൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങളും പ്രശ്നങ്ങളും കടന്നു പോകുമെന്നാണ്. അപ്പോൾ നല്ല മനസാന്നിധ്യം വേണം, ക്ഷമ വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുതന്നെ കുടുംബത്തിൽ പൊതുവെ ഈ പൂർവ്വസ്വത്തൊക്കെ സംബന്ധിക്കുന്ന ചില അഭിപ്രായ ഭിന്നതകളോ വർത്തമാനങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അത് നല്ല രീതിയിൽ ചർച്ചകൾ ചെയ്ത് മധ്യസ്ഥ ചർച്ചകളിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനായി കൊണ്ട് ശ്രമിക്കണം. ചിലർക്ക് സന്താന ക്ലേശങ്ങൾ നേരിടാം. ചിലർക്ക് ചില ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും. ഈ അനാവശ്യമായിട്ട് ചിന്തകൾ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പോസിറ്റീവായിട്ടൊരു മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ചിലർക്ക് പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാം, ചിലർക്ക് ചില പ്രണയബന്ധങ്ങളും ഉണ്ടാവാം എന്ന് സൂചിപ്പിക്കുന്നു. കാര്യവിജയങ്ങളുണ്ടാവാം, സന്താന സൗഭാഗ്യം പറയുന്നുണ്ട്. പലതരത്തിലുള്ള അഭിവൃദ്ധികൾ, ഐശ്വര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വന്നു ചേരേണ്ട സാഹചര്യങ്ങൾ പറയുന്നു. ഉന്നത സ്ഥാനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥാനലബ്ധിയും ഈ മാസങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത്. പെട്ടെന്നുള്ളൊരു പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ഡെപ്യൂട്ടേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എവിടെയും പോകുന്നതായിട്ട് സാഹചര്യങ്ങളോ ഒക്കെ വരാം. എങ്കിലും നമുക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ളൊരു മാസമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കഷ്ടനഷ്ടങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കൂടുതൽ ചെലവിലേക്ക് പോകാതെ ശ്രദ്ധിക്കെല്ലാം ബഡ്ജറ്റ് തന്നെ ഒതുങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ഈ ശത്രുക്കൾ തലപൊക്കും സൂക്ഷിക്കുക. ചോരന്മാരുടെ ഭയം, മുതലുകൾ നഷ്ടപ്പെടാതെ നോക്കണം. എല്ലാം നിയമാനുസരണം ചെയ്ത് മുന്നോട്ട് പോവുക. അതുതന്നെ ശനിദോഷ പരിഹാരങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ബന്ധുജനങ്ങൾ അകാരണമായിട്ട് വിട്ടുനിൽക്കുന്ന ചില വിശേഷം ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഈ അഗ്നിഭയം, ആയുധഭയം, ഇതൊക്കെ ശ്രദ്ധിക്കുക. യാത്രാ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. സാഹസ പ്രവർത്തികൾക്ക് ഈ സമയത്ത് നിൽക്കരുത്. ശുഭകാര്യങ്ങൾ അല്പം വൈകിയാണ് നടക്കുക. വിവാഹമംഗളകർമ്മങ്ങളൊക്കെ ക്ഷമിക്കുന്നവർക്ക് കുറച്ച് വൈകൽ നേരിടാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ കൈക്കൊള്ളാനും സാധിക്കില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനകളിലൂടെ അത് മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും. അതിനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുക. ചിലർക്ക് ചില അധിക ചുമതലകൾ വരാം, അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അലസത, മടി പ്രശ്നങ്ങളൊക്കെ കയറി വരാം, സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ വാഗ്വാദങ്ങൾ, വർത്തമാനങ്ങൾ സൂക്ഷിക്കുക. തസ്കര ഭയം സൂക്ഷിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. അതേപോലെ ഈ സാഹസികതയൊക്കെ കാട്ടി ചില ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങളൊക്കെ നേരിടുക, അപകടങ്ങൾ നേരിടുക, അതിനൊക്കെ സാധ്യത കൂടുതലാണ്. അല്പം ദേഷ്യം, കോപം, എടുത്തിയാട്ടം എന്നിവ നിയന്ത്രിക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നല്ല വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഗുരുജനങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കണം. ആത്മീയ പാതയിലേക്ക് നമ്മൾ അല്പം കടക്കേണ്ടതുണ്ട്. സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ ശനിദോഷങ്ങളെ മറികടക്കാനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പൂർവ്വകർമ്മദോഷങ്ങളാണ് ഏഴരശനിയുടെ രൂപത്തിൽ നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാം ഘട്ടം ശനിദശ ഏഴരശനി അനുഭവിക്കുന്നവർക്ക് കൂടുതൽ പ്രയാസങ്ങളും, രണ്ടാം ഘട്ടം ഏഴരശനി നടക്കുന്നവർക്ക് ചില അഭിവൃദ്ധികളും പറയുന്നുണ്ട്. മൂന്നാം ഘട്ടം ക്ലേശമാണ് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. പ്രാർത്ഥന വേണം. കൂടുതൽ ചാരിറ്റികളും പ്രവർത്തനങ്ങളും നടത്തണം. അവരുടെ മതകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഉപാസനാ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റികൾക്കും വേണ്ടി നമ്മൾ ധനം വിനിയോഗിക്കണം. പുണ്യപ്രവർത്തികൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് കാണുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2024 സെപ്റ്റംബർ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ രോഗാതിർത്ഥങ്ങൾക്ക് ശമനമുണ്ടാവും എന്നാണ്. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അത് ശമനമുണ്ടാവും. ശത്രുഗതമായിട്ട് പ്രവൃത്തികൾക്ക് സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. ദുഃഖത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായി കൊണ്ട് സാധിക്കും. എന്തെങ്കിലും മനക്ലേശങ്ങൾ ഈ സമയത്ത് കടന്നു പോകാം. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാവാം. ചിലർക്ക് പൊതു കാര്യങ്ങളൊന്നും ചില വിഘ്നങ്ങൾ നേരിടാം. അതിനൊക്കെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാത്തിനും നിയമജ്ഞന്മാരുടെ സഹായങ്ങൾ തേടേണ്ടതായിട്ട് സാഹചര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്.
പെട്ടെന്നുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട്, കാരണം ഏഴരശനിയുടെ ഒരു തുടക്കമായതുകൊണ്ട് പല രീതി ബുദ്ധിമുട്ടുകളും ജന്മരാഹുവൊക്കെ നടക്കുകയാണ്. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടാനുള്ള സാധ്യത. അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്നുള്ള ചില നഷ്ടങ്ങളോ പരാജയങ്ങളോ ഒക്കെ സംഭവിക്കാം. പദവികളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാം. ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരിക, സ്വസ്ഥത കുറയുക, ചീത്ത കൂട്ടുകെട്ടുകൾ വർദ്ധിക്കുക, ഈ വ്യക്തിബന്ധങ്ങളിലൂടെ ചില ദോഷങ്ങൾ നമുക്ക് സംഭവിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടുന്നതായിട്ട് സാഹചര്യം വരും എന്നാണ് കാണുന്നത്. ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാം. ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ചിലർക്ക് വരാം. ചിലർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കേണ്ട, ചിലവരും വേറെ വിട്ടിരിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് വിട്ടുവീഴ്ചകൾ നടത്തേണ്ട സമയങ്ങളാണ്. ദുശ്ശീലങ്ങൾ വർദ്ധിക്കുക, ഈ മറ്റെന്തെങ്കിലും അഡിക്ഷനിലേക്കൊക്കെ മനസ്സ് പോവുക, ദുസ്വഭാവങ്ങൾ വർദ്ധിക്കുക, കലഹങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ചില അനാവശ്യ യാത്രകൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വളരെയധികം പോസിറ്റീവായിട്ട് മൈൻഡിനെ നമ്മൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെയധികം നമുക്ക് ദോഷകരമായിട്ട് സാഹചര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിന് ദുഃഖങ്ങളെ മറികടക്കണം. ഏഴരശനിയുടെ തുടക്കമാണ്. ചിലർക്ക് പ്രവാസങ്ങൾ വരാം, നിലവിലുള്ള സ്ഥലത്തു നിന്നൊക്കെ ദൂരയാത്രകൾ വരാം. ചിലർക്ക് ചില അപകടങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതിനൊക്കെ തരണം ചെയ്യും എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് മരണഭയങ്ങൾ നേരിടാം. അപ്പോൾ പലവിധ ദുഃഖങ്ങൾ, ദുഷ്കീർത്തികൾ, ദുരിതങ്ങളൊക്കെ നേരിടുന്നതായിട്ടൊരവസ്ഥ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലായ്മ, അതുപോലെ തന്നെ വിഷാഗ്നി ഭയങ്ങൾ, ബന്ധുക്കൾ അകാരണമായിട്ട് വിട്ടുനിൽക്കുക, അനാവശ്യ യാത്രകൾ വേണ്ടിവരിക, വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടുക, അതുപോലെ തന്നെ ഈ കൂട്ട് കച്ചവടത്തിൽ ചില പരാജയങ്ങൾ, പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിലൊക്കെ ചില പരാജയങ്ങൾ നേരിടുക, ദാമ്പത്യ പ്രശ്നങ്ങൾ വരിക, വിവാഹ മംഗളകർമ്മങ്ങൾ തടസ്സത്തിലേക്ക് പോവുക, ചിലവർക്ക് ചില അപമാനങ്ങൾ നേരിടുക, ധനനഷ്ടം വരിക, ബന്ധനങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യങ്ങൾ വരിക, അതുപോലെ വ്യവഹാരങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ വരിക, മൂത്രാശയ രോഗങ്ങൾ വരിക, അതുപോലെ ബന്ധുത്വങ്ങൾ അകന്നു നിൽക്കുക, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുക, പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നേരിടുന്നതായിട്ട് സാഹചര്യങ്ങൾ വരിക. എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടണം എന്നാണ്. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് ദൈവാനുഗ്രഹം ഉണ്ടാക്കി ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ഉപാസനാ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ധർമ്മകാര്യ പ്രവർത്തനം നടത്തി ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനെ കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മൂത്രാശയ രോഗങ്ങളോ സർജറി കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയും കൂടുതലാണ്. ശ്രദ്ധിക്കണം. അവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക, കൂടുതൽ ധർമ്മകാര്യങ്ങൾ ചെയ്യുക, അശരണർക്കും അഗതികൾക്കും പറ്റാവുന്ന സഹായ സഹകരണം ചെയ്ത് പുണ്യാംശം വർദ്ധിപ്പിച്ച് ഈ കർമ്മദോഷങ്ങളെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകുന്ന പക്ഷം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ കൂടുതൽ ഈശ്വരീയമായിട്ട് കാര്യങ്ങൾക്ക് മനസ്സിൽ വ്യാപിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ മാസം വലിയ ആപത്തും ദോഷങ്ങളും വരാതെ കണ്ടിരിക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇത്തരം ഫലങ്ങളൊക്കെയാണ് മീനൻ രാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. നമ്മുടെ ചാനലിൽ തരുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും എല്ലാവർക്കും ഒരു നന്ദി ഞാൻ അറിയിച്ചുകൊണ്ടും വരും കാലഘട്ടങ്ങളിലും പൂർവാധികം ശക്തിയായിട്ട് തന്നെ നമുക്ക് വേണ്ട ചാനലിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നൽകണമെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വരും കാലത്ത് പുതിയ നമുക്ക് വീഡിയോകളും പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് യാത്രകളും തിരക്കുകളും ഉള്ളത് കൊണ്ട് കൂടുതൽ നമുക്കത് വീഡിയോ അധികം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മാസഫലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വരും കാലത്ത് തീർച്ചയായിട്ടും കൂടുതൽ നമുക്ക് ശാസ്ത്ര വിവരങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാനായിക്കൊണ്ട് ഭഗവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ നടക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി നമ്മൾ മാക്സിമം എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും തയ്യാറാകുക. സന്നദ്ധ പ്രവർത്തികളിലൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുത്താനായി ശ്രമിക്കുക. ഉപാസന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതാണ്. ദൂരെ ദേശത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിലെല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ തന്നെയുള്ള വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വർഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്.
വിശദമായിട്ട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനോ ജാതക പരിശോധനയൊന്നും ഫലങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അതിന് നമുക്ക് ജാതക പരിശോധനയ്ക്ക് നേരിട്ട് വന്ന് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദീർഘായുസ്സും ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.